ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എന്നത്തെയും പോലെ ഞങ്ങൾ കടയിലോട്ട് പോവുകയാണ്. അപ്പോൾ സമയം എത്ര മണിയായി കാണും? ഒരു 4 മണിയൊക്കെ ആയി. ഞങ്ങൾ സൂപ്പ് കടയിലേക്ക് പോവുകയാണ്. ജോർദാൻ ബാഗ് എടുത്തല്ലോ. ബാഗ് എടുത്ത് അപ്പോൾ ഇന്ന് പോണ വഴിയിൽ ജോർദാനെ ട്യൂഷൻ ആക്കണം. അപ്പോൾ ഞങ്ങൾ പോകാൻ പോവുകയാണ്. ബാക്കി വീഡിയോ കാണാം. മുട്ട മതിയല്ലോ. അപ്പോൾ ഞാൻ പോയി മുട്ട എടുത്തിട്ട് വരാം. സ്റ്റോർ എത്തിയിട്ടുണ്ട്. ആ ട്രേ എടുത്ത് വരും ജോർദാൻ. ഇതാര്? ടാറ്റാ. ഓ ടാറ്റാ. ഞങ്ങളിവിടെ കട എത്തിയിട്ടുണ്ട്. ഞാൻ പോയി ഒരു ബ്രെഡ് വാങ്ങിച്ചിട്ട് വരാം. അപ്പോഴത്തേക്ക് ബാക്കി ചാർജ് സെറ്റ് ചെയ്ത് വെക്കൂലേ. ഏതിൻ്റെ മണ്ടയ്ക്ക് അറിയുന്ന കെട്ടണം നോക്കാം. ബക്കറ്റ് പൊട്ടുമെങ്കിൽ തറയിൽ കിടക്കും. പൊട്ടൂല, മണ്ണാണ് മണ്ണ്. ഞങ്ങളിവിടെ കടയിൽ എത്തിയപ്പോൾ തന്നെ ഭയങ്കര ബ്ലോക്കാണ്. വന്നപ്പോൾ ഒരു ലോറി, വലിയ ലോറി ഒന്ന് അവിടെ തിരിയുന്നുണ്ടായിരുന്നു. അതിൻ്റെയാണ് ബ്ലോക്ക്. ഞങ്ങൾ കടയെല്ലാം സെറ്റ് ചെയ്തു. ഞങ്ങളുടെ കസ്റ്റമറിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതിനിടയിൽ ഭയങ്കര ബ്ലോക്കാണ്. ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് ബ്ലോക്കാണ്. റോഡ് നല്ല ബ്ലോക്കുണ്ട്. ഒന്നും പറയണമെന്ന് കേൾക്കാനൊന്നും പറ്റില്ല. റോഡ് നല്ല അത്രയും തിരക്കിയിരിക്കണോണ്ട് ഒരു കാര്യം പറയണമെന്ന് വ്യക്തത കേൾക്കാനൊന്നും പറ്റില്ല. ആകെ മൊത്തം പണി കിട്ടിയൊരു ദിവസമാണ് ഗൈസ്. ബ്ലോക്ക് വന്നിട്ട് 2 മണിക്കൂറായി. ഒരു മാറ്റവും ഇല്ല. ഭയങ്കര ബ്ലോക്കാണെങ്കിൽ പിന്നെ ആരും വരത്തുമില്ല. അങ്ങനെ ഞങ്ങൾ ആകെ പെട്ട് നിൽക്കുകയാണ്. സൂപ്പൊന്നും അനങ്ങിയിട്ട് പോലുമില്ല. ഒരാൾ പോലും വന്നിട്ടുമില്ല. എന്ത് ചെയ്യുമെന്നറിയത്തില്ല. അങ്ങനെ ആകെ മൊത്തം പെട്ടുപോയി. എന്താണ് കാര്യമെന്ന് അറിയത്തില്ല. 2 മണിക്കൂറുണ്ട് ഒരേപോലെ ബ്ലോക്കാണ്. എന്താ കാണുമ്പോൾ അറിയാം നിങ്ങൾക്ക്. എന്ത് ചെയ്യാം, പെട്ടുപോയി. ചില ദിവസം ഇങ്ങനെ ബ്ലോക്ക് വരും. ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പം, മാക്സിമം 1 മണിക്കൂർ കഴിയുമ്പോൾ മാറും. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു ഒരേപോലെ നിൽക്കുകയാണ്. എന്താണ് കാര്യമെന്ന് അറിയത്തില്ല. ഫുൾ ബ്ലോക്കാണ്. ഞാൻ കാണിച്ചു തരാം ബ്ലോക്ക്. അങ്ങനെ 2 മണിക്കൂറത്തെ ബ്ലോക്കിന് ശേഷം 7 മണി 7:30 ആയപ്പോഴത്തേക്കും ഞങ്ങളെ കസ്റ്റമർ എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ജോർദാൻ ട്യൂഷൻ വിട്ട് വന്നു. അപ്പോൾ ഞാനൊരു ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാത്രി ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ അനിയൻ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവൻ ഞങ്ങളോടെയാണ് നിൽക്കുന്നത്. അപ്പോൾ അവൻ നേരത്തെ വരുന്ന ദിവസങ്ങളിൽ അവനെ അങ്ങ് വീട്ടിൽ കൊണ്ടുപോകും. അപ്പോൾ ഇന്ന് അവൻ ISR നെട്ടയത്ത് ISRയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് 9 മണി വരെ ഉണ്ടായിരുന്നു. ചില ദിവസങ്ങളിൽ 5 മണി വരെ 5:30 വരെയൊക്കെ കാണും. അപ്പോൾ അവൻ വരുമ്പോഴത്തേക്ക് അവനെ അങ്ങ് വീട്ടിൽ കൊണ്ടുപോകും. അപ്പോൾ നമുക്കത് വലിയൊരു സഹായമാണ്. ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.